ഇന്ത്യാസ് മോസ്റ്റ് വയലന്റ് മൂവി. ആ ഒരു ടാഗ് ലൈനോട് കൂടി ഒരു ഹിന്ദി സിനിമ റിലീസ് ചെയ്തു. 100% ആ ഒരു ടാഗ് ലൈനോട് 100% നീതി പുലർത്തുന്ന ഒരു സിനിമ കിൽ. ഇന്നലെ റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കണ്ടു. സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കിൽ നിഖിൽ നാഗേഷ് ഭട്ടാണ് സിനിമയുടെ തിരക്കഥ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. 2023 ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ. ഒരു കിഡിലൻ ആക്ഷൻ മൂവിയാണ്. കിഡിലൻ ആക്ഷൻ മൂവിയാണ്. ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ മൂവിയാണ്. നമ്മൾ പെട്ടെന്ന് കയറ്റ് തിരിച്ചു പോകുന്ന രീതിയിലുള്ള ചോര തെറിക്കുന്ന ഒരു കിഡിലൻ ആക്ഷൻ മൂവി തന്നെ പറയാം. ഈ സിനിമയുടെ കഥ നടക്കുന്നത് 90% ഒരു ട്രെയിനിലാണ്. ഒരു ട്രെയിൻ യാത്രയാണ് സിനിമയിൽ പറയുന്നത്. ആ ട്രെയിൻ യാത്രയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്, ഒരു രാത്രി നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ സ്റ്റോറി എന്നുള്ളത്. 90% ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെയാണ് സിനിമയുടെ കഥ നടക്കുന്നത്. അപ്പോൾ അതിലെ സ്റ്റോറി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ്, മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ്. 18+ മൂവിയാണ്. ഒരുപാട് ചോര തെറിക്കുന്ന രംഗങ്ങളുണ്ട്. എന്താ പറയാൻ ഉദ്ദേശിച്ച എന്താ സംഭവം വെച്ചാൽ, അടിച്ച് തിരിഞ്ഞു പോകുന്ന രംഗങ്ങളും പിന്നെ കയത്ത് അറക്കുന്ന രംഗങ്ങളും ഫുൾ ചോര ചീറ്റുന്ന സാധനങ്ങളാണ്. അടിച്ച് പതം വരുന്ന രീതിയിലുള്ള അതുപോലെ ഒരുപാട് സീനുകളുണ്ട്. ഫസ്റ്റ് ഹാഫ് അത്ര അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് 3 ഇരട്ടിയാണ് സെക്കൻഡ് ഹാഫിൽ. ഒരു രക്ഷയില്ല മക്കളെ. ഏതറ്റം വരെ ഒരു പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ പറ്റുക, അങ്ങ് അടിച്ച് കയറുന്നുണ്ട്. ലക്ഷ്യ എന്നാണ് നായകന്റെ പേര്. ഈ TV സീരിയലിലൊക്കെ അഭിനയിക്കുന്ന നായകനാണ്. 10-28 വയസ്സുകൾ ഞാൻ വിക്കിപീഡിയ എടുത്ത് നോക്കിയ സമയത്ത്. ഒരു രക്ഷയില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവിയാണ്, ആദ്യത്തെ സിനിമയാണ്, തിയേറ്റർ സിനിമയാണ്. ഒരു രക്ഷയില്ല. കിഡിലൻ പെർഫോമൻസ്, ഒന്നും പറയാനില്ല. അതിലെല്ലാവരും ഈ വില്ലന്മാരോട് പോലും ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്കൊരു സിമ്പതി തോന്നും, അയ്യോ എന്തിനാണെന്നുള്ളത്. അയ്യോ ഒരു രക്ഷയില്ല. പിന്നെ മെയിൻ വില്ലനായിട്ട് അഭിനയിച്ച ആ ഒരു പയ്യനുണ്ട്. സൂപ്പർ തന്നെ പറയാം. ബ്യൂട്ടിഫുൾ ഫൈറ്റ് വെച്ചാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം. ഞാൻ പറഞ്ഞില്ല, മോൻ തിരിച്ചു പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഒക്കെ ഉള്ളതെന്നുള്ളത്. ഒരു ഹോളിവുഡ് ഷെഫിലുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു കണ്ടന്റ് സംഭവമുണ്ട്. ഈ ബുള്ളറ്റ് ട്രെയിനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സംഭവം അതൊക്കെ ഓർമ്മ വരും. പിന്നെ റെയ്ഡ്, ആ ഒരു സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്ന സംഭവമാണ്. ഇംഗ്ലീഷ് ഇത് ടെക്നിക്കൽ സൈഡിലൊക്കെ കിടുകയായിരുന്നു. ക്യാമറ വർക്കുകളായിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, BGM ആയിക്കോട്ടെ, എല്ലാം സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒന്നും നോക്കാതെ, സ്റ്റോറി ഒന്നും നോക്കാതെ പോയിരുന്ന് കാണാം. ഇതുപോലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാട്ടോ. ഫാമിലി ആയിട്ടൊന്നും കാണാൻ പറ്റിയ സിനിമയല്ല. ഫാമിലീസ് തന്നെ ലേഡീസിനൊന്നും ഈ പ്രഗ്നന്റ് ലേഡീസിനൊന്നും കാണാൻ പറ്റുന്ന സിനിമയല്ല. അവരെ ഈ സ്ഥലത്തേക്ക് അടുക്കുക വേണ്ട എന്നുള്ളതാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങളാണ് സിനിമയിലുള്ളത് എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിലാണ് കൂടുതലായിട്ടുള്ളത്. ഏകദേശം 1.25 മണിക്കൂറുള്ള സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഒരു 1.25 മണിക്കൂറിന് എടുത്ത സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. വർത്ത് വാച്ച് മൂവിയാണ്, തിയേറ്റർ വർത്ത് വാച്ച് മൂവിയാണ് കിൽ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. പൊളിപ്പടാണ്, സൂപ്പർ പടാണ്. കേരളത്തിലൊന്നും വിജയിക്കാൻ തോന്നില്ല. കേരളത്തിൽ കുറഞ്ഞ തിയേറ്ററിലേ ഉള്ളൂ. എന്തായാലും നോർത്തിലൊക്കെ വിജയിക്കാൻ ചാൻസ് ഉള്ളൊരു സിനിമ തന്നെയാണ്. ഒരു ആനിമൽ ഒരു എന്താ പറയുക, ആ ഒരു ടൈപ്പ് സിനിമ. വയലൻസ് പറഞ്ഞാൽ റിവഞ്ച് പോലൊരു സംഭവമാണ്. ബാക്കി ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, അത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. അപ്പം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കുറഞ്ഞ തിയേറ്ററുകളേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ പോയി കാണാം. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തു കളയാൻ ചാൻസ് ഉണ്ട്. കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.